മാറ്റി വെക്കാം. ഇന്ന് നമ്മളുടെ ജാക്സന്റെ പിറന്നാൾ കൂടിയാണ്. സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തത് ദാറ്റ്സ് വണ്ടർഫുൾ. സോ അവരുടെ ജഡ്ജ്മെന്റ് മുമ്പ് നമുക്ക് അവരെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പഠിപ്പിക്കാം. ജഡ്ജസ് പ്ലീസ്. Happy birthday to you. Happy birthday to you. Happy birthday dear Jackson. Happy birthday to you. Happy birthday. താങ്ക് യു ജഡ്ജസ്. ഈ ഒരു പിറന്നാൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ നോ ഇത്രയും പ്രഗത്ഭരായ ജഡ്ജസ് ആണ് പാടി സെലിബ്രേറ്റ് ചെയ്തത്. സോ ഗുഡ്. ഓക്കെ ശ്രീയേട്ടാ. സുപ്രഭാതം ജയേട്ടൻ്റെ ഒരു നല്ല ബെസ്റ്റ് സോങ് ആണ്. അത് ശ്രുതിയിൽ കണ്ടമാനം ജാക്സന് ചേരാനുണ്ട്. ആ സുപ്രഭാ വരെ ശരിയാണ്, അത് കഴിഞ്ഞ് തം താഴത്തെ നോട്ടിലോട്ട് വന്നു. പലയിടത്തും അത് വന്നിട്ടുണ്ട്. ഒന്ന് പാടാം. സുപ്രഭാതം സുപ്രഭാതം. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ അഞ്ജനക്കല്ലുകൾ, അവിടെ ഒരു കല്ലാണ് വീണത്, അതൊന്ന് പാടാവോ? അഞ്ജനക്കല്ലുകൾ 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 കുറച്ചുകൂടെ കയറട്ടെ. അഞ്ജനക്കല്ലുകൾ. അത് ഇതൊക്കെ കേട്ട് നമ്മൾ പാടുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം. ഇപ്പൊ തുടക്കമാണ്. അപ്പൊ ഈ അതുപോലെ തന്നെ പണിഞ്ഞിട്ടും അവിടെ പണി തീർന്നു പോയി. കാരണം ഒട്ടും ശരിയായില്ല. കാരണം അവിടെ ഒന്നങ്ങോട്ട് ആ ക്ലാരിറ്റി ഫീൽ ചെയ്തില്ല. പിന്നെ കെട്ടിന്റെ വസന്തവും ശിശിരവും അവിടെയൊക്കെ ഒരുപാട് ഫ്ലാറ്റും ഷാർപ്പും ഒക്കെ വന്നു. അപ്പൊ അത് ജാക്സൺ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. രത്ന ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഒരു ഹാർമോണിയോ എന്തെങ്കിലും ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സാ എന്ന് പറഞ്ഞ സാ ചേരുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനൊരു ആളിനെ, ഒരു ഗുരുവിനെ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. 23 മാർക്സാണ് ജാക്സന് ശ്രീയേട്ടൻ നൽകിയത്. നെക്സ്റ്റ് ശരത് സർ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ജാക്സനെ കൊണ്ട് നന്നായിട്ട് പാടാൻ കഴിയും. ഇപ്പൊ പറ്റിയെന്നല്ല, കഴിയും കേട്ടോ. അതിന് നമ്മൾ കുറച്ച് കഠിനാധ്വാനം ചെയ്യണം, അല്ലാണ്ട് നടക്കത്തില്ല. ഈസി ആയിട്ട് ഇത് വരത്തില്ല മോനെ കേട്ടോ. കാര്യം ഇങ്ങനെ സുപ്രഭാതം പാടി പാടി ഇങ്ങനെ അത് ഫെയ്ഡ് ഔട്ട് ആവുന്നവർ മോൻ്റെ ശ്രുതിയും കൂടെ ഇറങ്ങുകയാണ്. അത് സംഭവിക്കരുത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ജാക്സൺ തന്നെ അത് വോളിയം കുറയ്ക്കുന്നുണ്ട്, മൈക്ക് അകത്താണ്ട്. അത് കൊള്ളാം കേട്ടോ. പറ്റിപ്പില്ല അതിൽ. അതൊക്കെ സംഭവിച്ചു. പക്ഷേ മോനെ ശ്രുതി പിടിച്ചോണം കേട്ടോ. അതിൽ തുടക്കം നീലഗിരിയുടെ ആവേശം കൊണ്ടായിരിക്കും, ആക്രാന്തം മൂത്തിട്ടായിരിക്കും കുറച്ച് ഷാർപ്പായി പോയി. അതൊക്കെ കൂടെ നോക്കണം കേട്ടോ. ഒരു സ്ഥലം തന്നെ 2 തവണ പാടുമ്പോഴും മോനെ അതേ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതെന്താണ്? അങ്ങനെ പഠിച്ചതാണോ? അങ്ങനെ പഠിക്കാൻ ചാൻസ് ഇല്ല. ഇത് കുറച്ച് ജ്ഞാനമുള്ള കുട്ടിയാണ് ജാക്സൺ കേട്ടോ. ശ്രുതി കാര്യം പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നൊരു നല്ല ദിവസമായിട്ട് നല്ലൊരു അഡ്വൈസ് കേട്ടതുപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു തവണ കൂടെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. 23 മാർക്സ്. 23 out of 30. ചിത്ര ചേച്ചി. നല്ല ശബ്ദം ജാക്സന്റെ കേട്ടോ. നല്ലൊരു ടിംബർ വോയിസ്. നല്ല എനിക്കിഷ്ടമായി പാടിയത്. താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല ജ്ഞാനമുള്ള ആളാണ് ജാക്സൺ. ഇപ്പൊ പറഞ്ഞ കുറെ സ്ഥലത്ത് ശ്രുതിയാണ്. എനിക്കും അത് തന്നെ ഇവര് പറഞ്ഞത് തന്നെ ഞാനും എഴുതിയിരുന്നു. മോനെ സുപ്രഭാ ഏത് ഭായ പറയണം? 2ാമത്തതോ 4ാമത്തതോ? സുപ്രഭാതം. ഭായല്ലേ പറയണ? ഭാ പറയണമെന്നുണ്ടോ? ആ വലിയ ഭാ, ഈ ഭായാണ് സുപ്രഭാതം. അപ്പൊ എനിക്ക് ആദ്യത്തെ മുഴുവൻ ചെറിയ സുപ്രഭാതം ഭാതം എന്ന് പറഞ്ഞ പോലെ തോന്നി. വലിയ ഭായാണ് പറയണ്ടേ. പിന്നെ ആലാപ് പാടിയില്ലേ? ആ സാ വരുന്നതിന് മുമ്പ് അടുത്ത വരിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന പോലെ അത് കേൾക്കുന്നില്ല മുഴുവൻ. അതൊന്ന് പാടി നോക്കിട്ട് നീലഗിരി പാടാമോ? ആഹാഹാ ഓഹോഹോ ആഹാഹാ നീലഗിരിയുടെ. ഇപ്പൊ എല്ലാ നോട്ട്സും കേൾക്കണം, അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ സരോവരമേ പാടുന്നില്ലേ, അത് ഫസ്റ്റ് ടൈം ബോൾഡായിട്ട് പിന്നെ പോകുമ്പം ഒന്നുകിൽ നമ്മൾ തൊണ്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈക്ക് ബാലൻസ് നീ ആ ഫെയ്ഡ് ഔട്ടിന്റെ ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് കേട്ടോ. അതങ്ങനെ ചെയ്താൽ മതി. വേറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേറെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടമായി പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടെ. താങ്ക് യു ചേച്ചി. ഔട്ട് ഓഫ് 30 23.
23 once again. And Jagdish Atta? ജാക്സൺ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. നല്ല ശബ്ദമാണ്, നല്ല സ്കോപ്പ് കാണുന്നുണ്ട്. എനിക്ക് ഇവരുടെ ജഡ്ജ്മെന്റിന് ശേഷം എനിക്ക് പറയാനുള്ള ഒരു മാസ് അപ്പീലിനെ കുറിച്ചാണ്. ജാക്സൺ ഒരു പോപ്പുലർ സിംഗറായി മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. താങ്ക് യു. പക്ഷേ ആ പോപ്പുലാരിറ്റി നിലനിർത്തണമെങ്കിൽ ഈ ശാസ്ത്രീയമായ അറിവും അതിലുള്ള ശ്രദ്ധയും കൂടെ വേണം. പറഞ്ഞ പോലെ ശ്രുതി ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കണം. തീർച്ചയായും എഫർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഐ ആം ഗിവിംഗ് യു 7 out of 10. 7 out of 10. Jackson, the total marks 23 plus 23 plus 23 plus 7, 76. 76 marks ആണ് judges നൽകിയത്. ആരെങ്കിലും anyone? അർഹതപ്പെട്ട മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ജാക്സൺ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു അങ്കിള്? നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു അല്ലേ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ ജാക്സണും അഗ്രി ചെയ്തല്ലോ, കുഴപ്പമില്ലല്ലോ. താങ്ക് യു. താങ്ക് യു. അടുത്ത പ്രാവശ്യം തീർച്ചയായും ഞാൻ നല്ല പെർഫോമൻസുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ദയവായി എനിക്ക് വോട്ട് ചെയ്യുക. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ജാക്സൺ, JACKSON.